നമസ്കാരം. പുല്ല എഡ്യു ആപ്പ് SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന, പ്രത്യേകിച്ച് ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന എങ്ങനെ പരീക്ഷയ്ക്ക് ഒരുങ്ങാമെന്നുള്ള ചർച്ചയിലേക്ക് സ്വാഗതം. നമുക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് ഒരുങ്ങാം? SSLC പരീക്ഷ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ലൊരു വിജയം നേടുമെന്ന് വിശ്വസിക്കുന്നു. ഫിസിക്സ് ചിലർക്കൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു പരീക്ഷ പേപ്പറാണെന്ന് അറിയാം. അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫിസിക്സിനെ കുറിച്ച്. ഫിസിക്സ് എന്നാൽ പഠിക്കാതെ പോയാൽ പരീക്ഷ കയ്യിൽ പോവും. ഫിസിക്സിൽ സുഖമായിട്ട് ഫിസിക്സ് എക്സാം, ഊർജ്ജതന്ത്രം പരീക്ഷ നമുക്ക് എങ്ങനെ സുഖമായി ക്രാക്ക് ചെയ്യാം, ക്ലിയർ, നമുക്ക് എങ്ങനെ ഫുൾ മാർക്കിലേക്ക് എത്താം, അല്ലെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് അർത്ഥമില്ലല്ലോ. എങ്ങനെ എക്സാമിന് തയ്യാറെടുക്കാം? ഫിസിക്സ് എക്സാമിന് 40 മാർക്കാണുള്ളത്. 10 മാർക്ക് സി മാർക്കും. സി മാർക്ക് എങ്ങനെ നേടാമെന്ന് വെച്ചാൽ നമ്മുടെ അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, ക്ലാസ്സിലുള്ള സ്ഥിരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം നമ്മൾ സി മാർക്കിനെ ബാധിക്കും. ഒട്ടുമിക്ക സ്കൂളിലും ഫുൾ മാർക്ക്, അതായത് 10 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും കൊടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്കുള്ളത് 40 മാർക്കാണ്. ഈ 40 മാർക്കും സുഖമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കുക. വേറെ ട്രിക്കും ഇല്ല അതിന് പിന്നിൽ. അപ്പോൾ എന്തൊക്കെയാണ് പരീക്ഷയ്ക്കുള്ള സിസ്റ്റം? എങ്ങനെയാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ? ഫിസിക്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 4 തലത്തിൽ തിരിച്ചിരിക്കുന്നു. 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ. ഇതിലെല്ലാ ക്വസ്റ്റ്യനുകൾക്കും ഉത്തരം എഴുതേണ്ട കാര്യമില്ല. 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിലവിലെ രീതിയിൽ അതിൽ 4 ക്വസ്റ്റ്യന് ഉത്തരം എഴുതിയാൽ മാത്രം മതി. 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 ക്വസ്റ്റ്യനും ഉത്തരം എഴുതേണ്ട കാര്യമില്ല. അതിലെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മാത്രം മതി. നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി സമയം കളയേണ്ടതില്ല. അറിയാമെങ്കിൽ എഴുതിക്കോളൂ. അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ട കാര്യമില്ല. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 4 ക്വസ്റ്റ്യനുകൾക്ക് മാത്രം, 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 4 ക്വസ്റ്റ്യന് മാത്രം ഉത്തരം എഴുതുക. 5 ക്വസ്റ്റ്യന് ഉത്തരം എഴുതണമെങ്കിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്ട്രാ കൂടി എഴുതുക എന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 3 മാർക്കിനുള്ള സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കളയുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? അറിയാമെങ്കിൽ പരീക്ഷ എല്ലാ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് 4ാമത്തെ സെക്ഷനിലെ 4 മാർക്കിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യനിൽ അറിയാവുന്ന 4 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എക്സ്ട്രാ അറിയാവുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതിക്കോളൂ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന തുല്യമായിരിക്കും. അതായത് ഓരോ സെക്ഷനിലെയും അറിയാവുന്ന 4 ക്വസ്റ്റ്യനുകൾക്ക് മാത്രം ഉത്തരം എഴുതുക. 5 ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം മാത്രം എഴുതിയാൽ മതിയെങ്കിൽ പരമാവധി അറിയാവുന്ന 4 ക്വസ്റ്റ്യനുകൾ എഴുതുക. ഇനി കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? ചിലർ ക്വസ്റ്റ്യൻ വായിക്കുന്നത് കാണാം, ചിലർ കിടന്നുറങ്ങുന്നത് കാണാം. 15 മിനിറ്റ് എന്തിനാ എന്ന് ചോദിച്ചു. ഈ 15 മിനിറ്റ് എന്നത് നമുക്ക് പരീക്ഷയെ, ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തുവാനും പരീക്ഷ പ്ലാൻ ചെയ്യാനും വേണ്ടിയുള്ള സമയമാണ്. ആ സമയത്ത് അറിയാവുന്ന ക്വസ്റ്റ്യനുകളും അറിയാത്ത ക്വസ്റ്റ്യനുകളും നമ്മൾ വേർതിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ ആദ്യം എഴുതുക, സെലക്ട് ചെയ്യുക. പരീക്ഷ എഴുതാനുള്ള സമയം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അറിയാവുന്ന ക്വസ്റ്റ്യനുകൾക്ക് വേഗം ഉത്തരം എഴുതുക. എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ഉത്തരം എഴുതിയ സമയം കളയരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ മാത്രം എഴുതുക. ആദ്യത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൽ 4 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതുക. അനി 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയാലും കുഴപ്പമില്ല, കാരണം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അധികം സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. 5 ക്വസ്റ്റ്യൻ ഉത്തരം അറിയാമെങ്കിൽ 5 ക്വസ്റ്റ്യനും ഉത്തരം എഴുതിക്കോളൂ. ടീച്ചർ മികച്ച 4 മാർക്കിന് 4 കൂടുതൽ മാർക്ക് കിട്ടിയ 4 ക്വസ്റ്റ്യന് മാർക്ക് തന്നോളും, പേടിക്കേണ്ടതില്ല. രണ്ടാമത്തേതിലും അങ്ങനെ തന്നെ 5 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതിൽ 4 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതുക.
അറിയാമെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ഉത്തരം എഴുതിക്കോളൂ, കുഴപ്പമില്ല. 5 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം അറിയാമെങ്കിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. അറിയാവുന്ന ഏറ്റവും മികച്ചതായി അറിയാവുന്ന 4 ക്വസ്റ്റ്യനുകൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ നന്നായിരിക്കും. സമയം നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ നമുക്ക് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക ആ സെറ്റിൽ. ആ സെറ്റിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 4 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അറിയാമെങ്കിൽ അഞ്ചാമത് എഴുതാം, പക്ഷേ അത് അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. പരീക്ഷ മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സെറ്റിലത്തെ ഏറ്റവും കുറച്ചറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ, അത് അവസാനം എഴുതുക. അല്ലെങ്കിൽ അത് എഴുതി സമയം കളഞ്ഞ് വരുമ്പോൾ അഞ്ചാമത്തെ സെറ്റിലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എഴുതാൻ സമയം ഉണ്ടായിരുന്നു വരില്ല. അതുകൊണ്ട് അഞ്ചാമത്തെ സെറ്റിലെ 4 മാർക്കിൻ്റെ നാലാമത്തെ സെറ്റിലെ 5 ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുമല്ലോ, അതിൽ അറിയാവുന്ന 4 ക്വസ്റ്റ്യനുകൾ ഉത്തരം എഴുതുക. ഒരു ക്വസ്റ്റ്യൻ അറിയൂ പരീക്ഷ എഴുതാൻ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവസാനം എഴുതാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ അവസാനം എഴുതാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം, അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആ ചാപ്റ്ററിൽ നിന്ന് പറയുക. അതുപോലെ റിഫ്രാക്ഷൻ ചാപ്റ്റർ, അതിൽ നിന്നും 7 മാർക്കിനോളം മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം, ഈ ചാപ്റ്ററിൽ നിന്നും അത്യാവശ്യം നല്ലൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. മനസ്സിലായോ? ഏതൊക്കെ? വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം, അതായത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം, റിഫ്രാക്ഷൻ, അപവർത്തനം, ഈ 3 ചാപ്റ്ററിൽ നിന്നും 7 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം പരീക്ഷയ്ക്ക്. ഇനി വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. മാഗ്നറ്റിക് എഫക്ട്സ്, അതിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം, അതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. ആ ചാപ്റ്റർ വിട്ട് കളയരുത്. വേൾഡ് ഓഫ് കളേഴ്സ്, അതിൽ നിന്നൊരു അത്യാവശ്യം 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. എനർജി സോഴ്സസ്, അതിൽ നിന്ന് 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. ആദ്യം പറഞ്ഞ 3 ചാപ്റ്റർ ഉണ്ടല്ലോ, വൈദ്യുത കാന്തിക പ്രേരണം ഫലം, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റിഫ്രാക്ഷൻ തുടങ്ങിയ ഈ ചാപ്റ്ററുകൾ നന്നായി പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് പാസ് മാർക്ക് കിട്ടും. A+ ആർ ഒരു കാരണവശാലും ആ ചാപ്റ്ററുകൾ വിട്ട് കളയരുത്. A+ ആർ കാര്യം അങ്ങനെയല്ലല്ലോ, എല്ലാം പഠിക്കണമല്ലോ. ഇനി എല്ലാം പഠിച്ചാലും A+ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം അങ്ങനെ എല്ലാവർക്കും A+ കിട്ടിയാൽ പരീക്ഷയ്ക്ക് അർത്ഥമില്ലല്ലോ. പരീക്ഷയ്ക്ക് ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് നിലനിർത്തണം. അതിനു വേണ്ടി കുറച്ച് ട്രിക്കായ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ട്രിക്കായ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം? ട്രിക്കായ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോ പ്രോബ്ലത്തെയും ഡെയിലി ലൈഫുമായി ബന്ധപ്പെടുത്തി പഠിക്കുക. ഡെയിലി ലൈഫ് ഓരോ ജീവിത സമയത്തും ജീവിത കാലഘട്ടത്തിലും ജീവിത സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളുമായി ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തുക. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോബ്ലം ഈസ് എ പ്രോബ്ലം. സോ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് ഫിസിക്സിൽ ഡെയിലി ലൈഫിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തി വയ്ക്കുക. പകർത്തി വയ്ക്കുക. ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിയാലോ, I²RT. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ടേ, അതിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ നമ്മുടെ ബുക്കിൽ ആൻസർ കോപ്പിയിൽ എഴുതി വയ്ക്കുക.
അതിൽ പിന്നെ എന്താണ് വിട്ടുപോയിട്ടുള്ളത്, എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതും നമ്മൾ നോട്ട് ചെയ്യുക. ബാക്കിയെല്ലാം എഴുതി കഴിയുമ്പോൾ ഇതിലേക്ക് എന്താണ് കുറവ്, ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സാധനം കണ്ടുപിടിക്കാം. അത് പ്രോബ്ലം സോൾവ് ചെയ്ത് സ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. പിന്നെ ചിലർക്കൊരു ഭയം ഉണ്ടായിരിക്കും, പഠിച്ച ഇക്വേഷൻസ് ഒക്കെ പരീക്ഷകളിൽ കയറി കഴിയുമ്പോൾ മറന്നു പോയേക്കാം എന്നുള്ളത്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാർഗമുണ്ട്.